ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് കുഞ്ഞൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വടാട്ടുവരയിൽ നിന്ന് നേരെ പോയത് ഭൂതത്താൻകെട്ട് ഡാം കാണാനാണ്. ഇവിടെ ഇത് ഫസ്റ്റ് ടൈമൊന്നും അല്ല കേട്ടോ, പക്ഷെ ഇതുവഴി പോകുമ്പോൾ എങ്ങനെ എവിടെ ഒന്നും ഇറങ്ങാണ്ടിരിക്കുക. ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് പാലവും ഡാമും. ഈ പാലം പണി കഴിപ്പിച്ചത് ഏതാണ്ട് 1964 കേട്ടോ. 282 മീറ്റർ ലെങ്ത്തും 22 മീറ്റർ ഹൈറ്റുമാണ് നമ്മുടെ ഈ പാലത്തിനുള്ളത്. ഈ പാലത്തിന്റെ പണി കഴിഞ്ഞതോടെ ഈ പാലത്തിലൂടെ വണ്ടികൾ കടത്തിവിടുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ഭൂതത്താൻകെട്ട് ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും വരുന്നത്. ഒരാൾക്ക് 10-20 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർക്കും ഡാമൊക്കെ കാണുന്നത് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞാലും അത്യാവശ്യം വലിയവർക്കും എൻജോയ് ചെയ്യാവുന്നതും കാമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ തന്നെയാണ് ഈ പാർക്ക് എന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലൊക്കെ തന്നെയാണ് ഈ പാർക്കും. പിന്നെ ഞങ്ങളുടെ സമയം ശരിയല്ലാത്തത് കൊണ്ട് സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലായിരുന്നു. കുട്ടികൾക്ക് പിന്നെ പാർക്കിലെത്തിയ സൂര്യൻ എന്നൊരു വിഷയമല്ലല്ലോ, നമുക്ക് മാത്രമല്ലേ അതൊക്കെ ഒരു വിഷയമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമ്മുടെ കുഞ്ഞ് വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു വെയിലും കൊണ്ടേ. പിന്നെ പാർക്കിലെത്തിയിട്ട് കൂട്ടുകാരനും കൂട്ടുകാരിനെയും കിട്ടിയില്ല എന്ന് വേണ്ട, അതിൻ്റെ കൂടെ ഒരു ബോസ് അങ്ങ് ചെയ്തു. എവിടെ പോയാലും ഇതില്ലാണ്ടൊരു പരിപാടിയില്ല, ഐസ്ക്രീം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. കൂടപ്പുറപ്പായിട്ട് തൊണ്ടവേദന, തലവേദന, പനി, ജലദോഷം എന്നിവയുണ്ടെങ്കിലും ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി പോയി. എല്ലാവർക്കും അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഭൂതത്താൻകെട്ട് എന്ന പേരിന് പുറകിലും ഒരു ചെറിയൊരു ഐതിഹ്യമുണ്ട്. അത് ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, പെരിയാർ നദിയിൽ അണക്കെട്ടുണ്ടാക്കി പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കി തൊട്ടടുത്തുള്ള തൃക്കാര്യൂർ ക്ഷേത്രത്തെ മുക്കിക്കളയാൻ രാക്ഷസന്മാർ അഥവാ ഭൂതങ്ങൾ പദ്ധതിയിട്ടതാണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്നാണ് കേട്ടത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമിക്കണം. ഒരു ചെറിയ രീതിയിൽ ഐതിഹ്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതിന് വലിയൊരു ഇതുണ്ടാവും, എനിക്കറിയത്തില്ല. പപ്പായുടെ നിപ്പ് കണ്ടെത്തൊന്നും എന്തോ ഈ പെണ്ണുമ്പിള്ള കാണിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പാർക്കിൽ വന്നാൽ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാണ്ട് എങ്ങനെയാണ് വീട്ടിൽ പോവുക? അപ്പോൾ വൺ ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഭൂതത്താൻകെട്ടും കൂടെ ഇഞ്ചിത്തൊട്ടി തൂക്കുവാലും തട്ടേക്കാടും മിസ് ചെയ്യേണ്ട വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇവ മൂന്നും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.